പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 23 വാക്യം. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവൻ്റെ കൈക്കീഴെയുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല. ഹല്ലേലൂയ. കാരാഗ്രഹപ്രമാണി ജോസഫിനെ ഏൽപ്പിച്ച ഒരു കാര്യത്തിനും പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട, ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവും വന്നില്ല. കാരാഗ്രഹപ്രമാണിക്ക് ഹല്ലേലൂയ തനിക്ക് ചെയ്യാനുള്ള ഒത്തിരി വേലകൾ താൻ ജോസഫിനെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ജോസഫിൽ കണ്ട ആ നല്ല ഗുണം കാരാഗ്രഹപ്രമാണിക്ക് ഇഷ്ടപ്പെട്ടു. കാരാഗ്രഹപ്രമാണിക്ക് അവനോട് ദയ തോന്നി, കൃപ തോന്നി. ഇന്ന് പ്രഭാതത്തിലും ഹല്ലേലൂയ ദൈവ പൈതലേ, നാം എവിടെയായിരുന്നാലും, നാം ഏത് സാഹചര്യത്തിലാണെങ്കിലും നാം വളരെ ഫ്രൂട്ട്ഫുള്ളായിരിക്കും, നാം ഏറ്റവും നന്നായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ദയ നമ്മോട് കൂടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമ്മെ വിട്ടുമാറത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും നമ്മോട് കൂടെയുണ്ട്. നാം ദൈവ സാന്നിധ്യത്തിലാണോ ഇരിക്കുന്നത്, നിശ്ചയമായി അനുഗ്രഹിക്കപ്പെടും. ജോസഫിൽ കണ്ട രണ്ട് ഗുണങ്ങൾ. ഒന്ന്, ജോസഫ് എല്ലാം നന്നായി ഹാൻഡിൽ ചെയ്തു, എല്ലാം നന്നായി കൈകാര്യം ചെയ്തു. അവനെ ഏൽപ്പിച്ചതൊക്കെയും അവൻ നന്നായി കൈകാര്യം ചെയ്തു. അവൻ ചെയ്തതൊക്കെയും സഫലമായി. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഈ ലോക ജീവിതത്തിൽ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നന്നായി ചെയ്യാൻ, നന്നായി ഹാൻഡിൽ ചെയ്യാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ദൈവം ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്ത ദൈവം അത്രേ. മർക്കോസ് സുവിശേഷം 7:37 പറയുന്നു, അവൻ സകലതും നന്നായി ചെയ്തു. യേശുവിനോടുള്ള ബന്ധത്തിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവൻ എല്ലാ കാര്യത്തിലും നന്നായി ചെയ്യുന്ന ദൈവമാ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5:45 നാം വായിക്കുന്നു, നമ്മുടെ കർത്താവ് പെർഫെക്റ്റ് എന്ന്, നമ്മുടെ കർത്താവ് സൽഗുണപൂർണ്ണനെന്ന് നാം അവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഹല്ലേലൂയ നിർമ്മിക്കപ്പെട്ട നാം, കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നാം, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട നാം, അവനെപ്പോലെ സകലത്തിലും നന്നായി ഇരിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം ചെയ്യുന്നതൊക്കെയും ഫ്രൂട്ട്ഫുള്ളായി തീരണം. നാം ചെയ്യുന്നതൊക്കെയും സക്സസ്ഫുള്ളായി തീരണം. നമ്മെ ഒരു കാര്യം ഒരാൾ ഏൽപ്പിച്ചാൽ, ഓഫീസിൽ അധികാരികൾ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് നന്നായി ഹാൻഡിൽ ചെയ്യാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ലോകജാതികളെപ്പോലെ അല്ലല്ലോ ഒരു ദൈവ പൈതൽ. ഒരു ദൈവ പൈതലിൻ്റെ പക്കൽ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി ചെയ്യാൻ ദൈവം അവന് കൃപ നൽകും. കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ, കാര്യങ്ങൾ ഹല്ലേലൂയ വിജയകരമായി ചെയ്യാൻ, കാര്യങ്ങൾ മറ്റുള്ളവരെ ഹല്ലേലൂയ ചേർത്ത് ഒരുക്കിക്കൊണ്ട് നന്നായി ചെയ്യാൻ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഏത് വേലയാണെങ്കിലും അത് ഏറ്റവും നന്നായി ചെയ്യാൻ ദൈവം നിനക്ക് ജ്ഞാനം തരട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, ബെസലേലിനെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ, ഒരു വേല ഏൽപ്പിച്ചപ്പോൾ അത് ചെയ്യാനുള്ള അറിവും ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ദൈവം അവന് കൊടുത്തു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതുതന്നെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ജീവിത സാഹചര്യത്തിൽ, ദൈവം നിങ്ങൾക്ക് തന്ന ജോലിയിൽ, ദൈവം നിങ്ങൾക്ക് തന്ന കുടുംബജീവിതത്തിൽ, ദൈവം നിങ്ങൾക്ക് തന്ന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ അവ നന്നായി ചെയ്യാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ കൃപ, കരുണ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമ്പോൾ ലോകം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ കൂടെ ജീവനുള്ള ദൈവമുണ്ടെന്ന് സകല ജാതികളും തിരിച്ചറിയാൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനുള്ള എല്ലാ ദൈവീക നന്മകളും ദൈവീക കൃപകളും നിങ്ങളിലേക്ക് കർത്താവ് അളവില്ലാതെ ചൊരിയട്ടെ എന്ന് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. 2, ജോസഫിനെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നാം ഒന്നാമതായി ചിന്തിച്ചു, അവൻ സകലതും നന്നായി ചെയ്തു. അവൻ ഫ്രൂട്ട്ഫുള്ളായി, സക്സസ്ഫുള്ളായി, വിജയകരമായി ആ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അവനെ ബലപ്പെടുത്തി.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോസഫ് ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു. ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ തിരിഞ്ഞു നോക്കേണ്ടതായി വന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം, അവൻ എല്ലാ കാര്യങ്ങളെയും വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തു. ചിലർ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, എന്നാൽ പല കാര്യത്തിലും വിശ്വസ്തനല്ല. പണത്തിൻ്റെ കാര്യത്തിൽ, സമയത്തിൻ്റെ കാര്യത്തിൽ, അധികാരത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുവാൻ ഒത്തിരി ആൾക്കാർക്ക് കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രിയരെ, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഈ വേല ഭരമേൽപ്പിച്ച ഒരു ദൈവമുണ്ട്. ഈ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ നാം കാര്യങ്ങളെ വിശ്വസ്തയോടെ ചെയ്യും. പൊത്തിഫറിൻ്റെ വീട്ടിൽ പൊത്തിഫറിൻ്റെ ഭാര്യ ഹല്ലേലൂയ ജോസഫിൻ്റെ പിന്നാലെ വന്നപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്, നിൻ്റെ കണ്ണിന് മുമ്പാകെ ഇവിടെ ആരും കാണത്തില്ല, ആരും ഇത് അറിയത്തില്ലെന്ന് നീ വിചാരിച്ചാലും അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ള ഒരു കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു കർത്താവുണ്ട്. ഈ പകൽക്കാലം ഈ ഒരു ബോധം നമുക്കുണ്ടോ? നിശ്ചയമായി വിശ്വസ്തയോടെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകും. നമ്മെ കാണുന്ന കണ്ണുണ്ട്, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ജീവന തുല്യം സ്നേഹിച്ച് വിശ്വസ്തയോടെ തൻ്റെ വേല ഭരമേൽപ്പിച്ച ഒരു ദൈവമുണ്ട്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം കണക്ക് കൊടുക്കേണ്ടത് മനുഷ്യർക്കല്ല, ദൈവത്തിനത്രേ. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മറ്റ് ജാതികളെ പോലെ ദൃഷ്ടിസേവകൾ കൊണ്ടല്ല നാം പ്രസാദിപ്പിക്കുന്നത്, നമ്മെ കാണുന്ന ദൈവത്തെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നാം പ്രസാദിപ്പിക്കണം. നമ്മെ പടചേർത്ത ഒരു ദൈവമുണ്ട്, നമ്മെ ഏൽപ്പിച്ച ഒരു ദൈവമുണ്ട്. അവൻ്റെ മുമ്പാകെ വിശ്വസ്തയോടെ ഇരിക്കാം. പ്രിയരെ, നമ്മെ ഏൽപ്പിച്ച ഒരു കാര്യത്തിലും മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കാതെ, മറ്റുള്ളവർ അതിനെ ചോദ്യം ചെയ്യാൻ അനുവദിക്കാതെ, ജയത്തോടെ വിശ്വസ്തയോടെ ഹല്ലേലൂയ സക്സസ്ഫുള്ളായി മുന്നേറുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ.